ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 3 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എലിയാസ്ലീവ മൂസ കാലത്തെ യാത്രയിൽ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള പ്രതിസന്ധികളെയും വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വെല്ലുവിളികളെയുമെല്ലാം ഈശോ കാലയെ കൂട്ടി സൂചിപ്പിച്ചത് ഒരിക്കൽ കൂടി തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷ പ്രാപിക്കുക എന്നും, രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലും പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു, അതിനുശേഷമേ അന്തിമാഗതമാകൂ എന്നും ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്. വിശ്വാസ ജീവിതത്തിൽ ഒരു വ്യക്തി നേരിടേണ്ടി വരുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെ കുറിച്ചാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അന്ത്യക്രിസ്തുമാര് പ്രത്യക്ഷപ്പെടുമെന്നും അനേകരെ വഴിതെറ്റിക്കുമെന്നുമുള്ള സൂചനയുണ്ട്. പരസ്പരമുള്ള സ്നേഹത്തിൽ ആത്മാർത്ഥത നഷ്ടപ്പെടുന്നു, സ്നേഹം തണുത്ത് ഉറഞ്ഞു പോകുമെന്നാണ് ഈശോ സൂചിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ അന്ത്യവിധിക്കുള്ള കാലമായോ എന്ന് തോന്നും വിധം മാനുഷിക ബന്ധങ്ങളിലൊക്കെ ഒരുപാട് വിള്ളലുകൾ വീഴുന്നൊരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോവുക. പ്രതിസന്ധികൾ ഒട്ടേറെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. വേദനകളും ദുഃഖങ്ങളും സഭാമർദ്ദനങ്ങളും ഒന്നിനൊന്ന് വർദ്ധിച്ചു വരുന്നു. കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ക്രൈസ്തവ സഭകളിലെ ആചാര്യന്മാരുടെ പലരുടെയും പ്രസംഗങ്ങൾ ജനത്തെ വഴിതെറ്റിക്കും വിധം വളരെയേറെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു ശിഷ്യരെ പോലും വഴിതെറ്റിക്കാൻ പോരുന്ന വിധം പൈശാചിക ശക്തികൾ അന്ത്യക്രിസ്തുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് സംശയമുളവാക്കും വിധമാണ് അന്ത്യക്രിസ്തുവിൻ്റെ പ്രത്യക്ഷപ്പെടൽ. എവിടെയൊക്കെയോ സ്നേഹം കൈമോശം വന്നവരും ആരും തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുമെല്ലാം ഇത്തരം അബദ്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്ന സാധ്യത ഈശോ തള്ളിക്കളയുന്നില്ല. നമ്മുടെ സഭയോട് ഏറെ വിശ്വസ്തയോടെ ചേർന്ന് നിന്നിരുന്ന ചിലരെങ്കിലും ചില പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ ചെറുതോ വലുതോ ആയ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ കടന്നു വന്നപ്പോൾ ഈ അന്ത്യക്രിസ്തുമാരെ കൂട്ടുപിടിച്ച് ഇന്ന് മറ്റെവിടെയൊക്കെയോ ആണ് എന്നത് വേദനയോടെ നമ്മൾ ഓർക്കണം. സഭാതനയരിൽ പലരും സഭാവിശ്വാസം ഉപേക്ഷിച്ച് കടന്നു പോകുന്നു. തണുത്തുറഞ്ഞ സ്നേഹം നമ്മുടെ ഇടയിൽ പലരിലും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമല്ലേ. സ്നേഹിക്കാനും ഒന്ന് ചിരിക്കാൻ പോലും സാധിക്കാത്ത ഒരുപാട് വ്യക്തിത്വങ്ങൾ, മറ്റുള്ളവരുടെ മുമ്പിൽ കനിവും കരുണാർദ്ര സ്നേഹവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഓർമ്മപ്പെടുത്തലുകൾ, സ്വന്തം സഹോദരൻ്റെ വീഴ്ചയിൽ തകർച്ചയിൽ ആനന്ദിക്കുകയും പലരെയും തകർച്ചകളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നതിൽ കുറ്റബോധം പോലുമില്ലാത്ത ഒരു സമൂഹം. പ്രിയപ്പെട്ടവരെ, ഇവിടെ തമ്പുരാൻ്റെ വചനം വേറിട്ട് നിൽക്കുകയാണ്. നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഈ തിരുവചന ഭാഗം ഗൗരവത്തോടെ നമുക്ക് കാണണം. അന്ത്യക്രിസ്തുമാരെ, വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിയാൻ ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ ആഴമുള്ള വേരുകളും വിടർന്ന് പടർന്ന് പന്തലിച്ച സഭാഗാത്രത്തിൻ്റെ വിശ്വസ്തതയും നമുക്ക് കൂട്ടിനുണ്ട്. പ്രാതികൂല്യങ്ങളെ തച്ചുടച്ച് മുന്നോട്ട് പോകാൻ
സഭാഗാത്രം നമ്മോടൊത്ത് എന്നുമുണ്ട് എന്നത് നാം മറക്കാതിരിക്കുക. രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമൊക്കെയും പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞപ്പോൾ ഇനിയും ക്രിസ്തുവിനെ അറിയാത്ത, ക്രിസ്തു മാർഗം എന്തെന്നറിയാത്ത ഒരുപാട് പേര് ലോകത്തിൽ എവിടെയൊക്കെയോ ഉണ്ട് എന്നും അവരും സുവിശേഷം ഗ്രഹിക്കുവോളം സഭ ഇങ്ങനെ തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുക. അവസാനം വരെ സഹിച്ചു നിൽക്കണം. സഭാരാമത്തിൽ വചനത്തിൻ്റെ വിത്തുകൾ എത്തിപ്പെടാത്ത മേഖലകളിലെല്ലാം അത് എത്തിപ്പെടണം. അവസാനമാണ് മരണം അല്ലെങ്കിൽ ശിക്ഷാവിധി, അന്ത്യവിധി നമ്മളെ കടന്ന് പോകാനായിട്ടിരിക്കുക. അതുകൊണ്ട് പ്രത്യാശ നഷ്ടപ്പെടാതെ സ്നേഹത്തിൻ്റെ ആമന്ത്രണം ഹൃദയത്തിൻ്റെ പുണ്യമായി സ്വീകരിച്ചുകൊണ്ട് പുതിയൊരു കാലഘട്ടത്തിൻ്റെ ഉണർത്തുപാട്ടാരായി മാറാൻ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മുമ്പേ പറക്കുന്ന പക്ഷികളാകണം നമ്മൾ. വിശ്വാസ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ പോരുന്ന എൻ്റെ കുടുംബത്തെയാകാം, എൻ്റെ ഇടവകയാകാം, എൻ്റെ ദേശത്തെയാകാം, വിശ്വാസച്യുതി സംഭവിക്കുന്ന, സ്നേഹത്തിൻ്റെ നിരസനം സംഭവിക്കുന്ന, വിശ്വാസത്തിൻ്റെ കൈമാറ്റം നടക്കാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ സഭാഗാത്രം ഉണരേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവസാനമാണ് മരണമെന്ന വിനാഴിക കടന്നു വരിക. അതുവരെ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യും. അവയൊക്കെ നേരിടാൻ ധീരതയോടെ ഉണർന്നു നിൽക്കാനുള്ള കൃപാവരം യേശുതമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് നിരന്തരം കൂട്ടിനുണ്ടാകട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.